എന്താ മഴയല്ലേ. ലില്ലിയും അമ്മ കറമ്പിയും മോള് കളമ്പിയും ഒക്കെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഡാലിക, മഞ്ഞ ഡാലിക, പിന്നെ പർപ്പിൾ കളറുള്ള ഒരു ഒരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ ഇതിനോടൊപ്പം. നല്ല ഭംഗിയാണ് അത് കാണാൻ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഈ പൂക്കളൊക്കെ നല്ല, എത്ര മഴയാണേലും വെയിലാണേലും ഇവിടെ പൂക്കളൊക്കെ നല്ല മനോഹരമായിരിക്കും കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ കൃഷിസ്ഥലത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. കാരണം തേയിലയും ഏലവും കുരുമുളകും ഒക്കെ ആണല്ലോ കൃഷി ചെയ്യുന്നത്. ഈ തുടർച്ചയായ മഴയും അതുപോലെ തന്നെ കനത്ത മഴയും കൂടെ ആകുമ്പോഴേക്കും ഈ തേയിലയ്ക്കും ഏലത്തിനും ഒക്കെ അത് വല്ലാതെ ബാധിക്കുന്നു. തേയിലയുടെ ആണെങ്കിൽ നാമ്പ് വളരുന്നതിനും, അതുപോലെ ഏലമാണെങ്കിൽ ഈ ഷെയ്ഡിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് മഴയും പിന്നെ ഇടയ്ക്കിടെ കനത്ത മഴയും അതിൻ്റെ തണ്ട് ചീയൽ, കായ ചീഞ്ഞു പോകൽ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. വേനൽക്കാലം ആകുമ്പം വരൾച്ച മൂലം കൃഷി നശിക്കുന്നു. മഴക്കാലമായാൽ അധികം മഴ മൂലം കൃഷി നശിക്കുന്നു. കർഷകർക്കാണെങ്കിൽ, അതായത് കൃഷി ചെയ്യുന്ന ഞങ്ങൾക്കൊന്നും അതിൻ്റെ ശരിയായ വിലയോ കിട്ടുന്നില്ല. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലമൊന്നും കിട്ടുന്നില്ല. എങ്കിലും കൃഷി ചെയ്യുന്നു. ഇത് ഇല്ലി, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇല്ലിക്കൂട്ടമായിരുന്നു. അതങ്ങനെ 10-45 വർഷമായി അത് പൂത്തു. ഈ വർഷം അങ്ങനെ അത് ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. കാരണം ഇല്ലി പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നശിക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഈ ആയുസ്സിൽ സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ ഇല്ലി പൂത്തതും കണ്ടു. ഇത് മനോഹരമായ വൃക്ഷമാണ് കേട്ടോ. ഇത് വേനൽക്കാലം ആയാലും മഴക്കാലം ആയാലും ഇതിൻ്റെ ഇലകൾക്ക് യാതൊരു മാറ്റവുമില്ല. തണൽ, എപ്പോഴും തണൽ നൽകുന്ന ഒരു നല്ല മനോഹരമായ വൃക്ഷം. ഇതിന് ഒരു 45 വയസ്സോളം പ്രായമുണ്ട്. ഇതിൻ്റെ ചുവട്ടിലിരുന്ന് ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാനായിട്ട് മാർച്ചിൽ വരുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പോലെ സെമസ്റ്റർ അല്ലല്ലോ, അന്ന് ഇയർലി അല്ലേ, ഏപ്രിലാണല്ലോ പരീക്ഷ.